ദൈവമായ കർത്താവ് ദാനമായിട്ട് നമുക്ക് തന്ന ജീവിതം, നല്ല ദൈവത്തിന് അവിടുത്തെ പരിശുദ്ധ നാമത്തിന് നന്ദി പറയുമ്പോൾ, മഹത്വം കൊടുക്കുമ്പോൾ, ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് പല ഞെരുക്കത്തിന്റെ താഴ്വര, സങ്കടങ്ങളുടെ, വേദനകളുടെ, പലതരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഒത്തിരി മക്കൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. 34 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നീതിമാന്റെ ക്ലേശങ്ങൾ അസഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവരെ രക്ഷിക്കും. വിശ്വസിക്കാം മക്കളെ, ഇതും കടന്നു പോകുന്നതാണ്, ഈ കഷ്ടങ്ങള്, ഈ നഷ്ടങ്ങള്, ഈ വേദനകള്, ഈ നൊമ്പരങ്ങള്. കാരണം 17-ാം വാക്യം പറയുന്നുണ്ട്, നീതിമാൻ സഹായത്തിന് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥനകൾക്ക് ഞാൻ ഉത്തരം നൽകും. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം തകർന്ന് പോകുന്ന നിമിഷങ്ങള്, ആ സൗഖ്യപ്പെടുന്ന അവിടുത്തെ കരം, മുറിവുകളുമായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ആ മുറിവുകൾ വെച്ച് കിട്ടുന്ന ആ കരം നമ്മുടെ കൂടെയുണ്ട്. കാരണം നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദൈവമായ കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ വ്യതകള്, മനസ്സിന്റെ നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങുവാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നുണ്ട്, ദൈവമേ അങ്ങേ നോക്കുമ്പോൾ ഞാൻ പ്രകാശിതരാകുകയാണ്. നമ്മുടെ കഷ്ടതയിൽ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടെ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നവനാണ്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു പോകുന്ന വഴികൾ പ്രതിസന്ധികളായിരിക്കാം, അല്ലെങ്കിൽ ദുർഘടമായിരിക്കാം, വളഞ്ഞ വഴികളായിരിക്കാം, ഞെരുക്കങ്ങളായിരിക്കാം, മലകൾ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ നടക്കും. എരിയുന്ന തീച്ചൂളയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ളവൻ. ആ തീച്ചൂള നമ്മളെ, അല്ലെങ്കിൽ ആ ജ്വാല ദഹിപ്പിക്കുവാൻ നമ്മളെ വിട്ടുകൊടുക്കുന്നതല്ല. കാരണം അവിടെയും നമ്മുടെ ദൈവമായ കർത്താവ് എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് എല്ലാത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നവനാണ്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദാനമായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് ദാനമായിട്ട് തന്ന ഈ ജീവിതം ദൈവകരങ്ങളിൽ നമുക്ക് കൊടുക്കാം. ലോകം മുഴുവനെ മുന്നിൽ കാണാം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം സകല വിശുദ്ധരോട് ചേർന്ന്, കാവൽ മാലാഖമാരോട് ചേർന്ന്, പ്രത്യേക കൂട്ടായ്മയോട് ചേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം മുഴുവനും സമർപ്പിക്കാം. ഈശോയുടെ പരിശുദ്ധ നാമം നമ്മുടെ കൂടെ ഉണ്ടാകണം. വചനത്തിന്റെ കോട്ട കെട്ടി നമ്മെ അനുഗ്രഹിക്കണം. നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.